وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ബറക്കത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ ഒരു ബറക്കത്ത് നേടിയെടുക്കാനുള്ള ഏതാനും ചില വഴികളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിഅമത്തും അവൻ്റെ റഹ്മത്തും അവൻ്റെ ബറക്കത്തുമില്ലാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബൈനമ അയ്യൂബു അലൈഹി സ്വലാത്തു വസ്സലാം യഗ്തസിലു ഉറയാനൻ ഖറ അലൈഹി റിജ്ലു ജറാദിൻ മിൻ ദഹബിൻ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കുളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം കുളിക്കുന്ന സ്ഥലത്തേക്ക് വെട്ടുകിളിയുടെ കാലുകൾ, സ്വർണത്തിൻ്റെ കാലുകൾ ആകാശത്ത് നിന്ന് വീഴാൻ തുടങ്ങി. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഒരാൾക്ക് അല്ലാഹു നിഅമത്ത് നൽകണമെന്നുദ്ദേശിച്ചാൽ അത് സ്വർണമായോ വെള്ളിയായോ രത്നങ്ങളായോ ആകാശത്ത് നിന്ന് അയാളുടെ കൈകളിലേക്ക് അല്ലാഹു ഇറക്കി കൊടുക്കുവാൻ കഴിവുള്ളവനാണ്. അപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വർണത്തിൻ്റെ വെട്ടുകിളിയുടെ കാലുകൾ ആകാശലോകത്ത് നിന്ന് വീഴാൻ തുടങ്ങി. ഫജഅല യഹ്സി ഫീ സൗബിഹി. അങ്ങനെ അദ്ദേഹം തൻ്റെ വസ്ത്രം, ആ വസ്ത്രത്തിൽ ഈ സ്വർണങ്ങളെല്ലാം വാരിക്കൂട്ടാൻ തുടങ്ങി. ഫനാദാ റബ്ബുഹു യാ അയ്യൂബ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു, യാ അയ്യൂബ്, ഓ അയ്യൂബ്, അലം അകുൻ അഗ്നൈതുക അമ്മാ തറാഹ്. ഈ കാണുന്ന സ്വർണത്തെക്കാളും മറ്റു ഒട്ടനവധി നിഅമത്തുകൾ കൊണ്ട് താങ്കളെ നാം അനുഗ്രഹിച്ചിട്ടില്ലേ? അപ്പോൾ അവിടെ സ്വർണത്തേക്കാൾ പ്രധാനപ്പെട്ടതായി അള്ളാഹു പറയുന്നത് എന്താണ്? നുബുവത്താണ്. അതേപോലെ തന്നെ റിസാലത്ത്, സത്യവിശ്വാസം, തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം, ഇതൊക്കെ സ്വർണത്തെക്കാളും മൂല്യമേറിയതാണ് എന്നർത്ഥം. അപ്പോൾ അത്രയും മൂല്യവത്തായ സ്ഥാനങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഞാൻ താങ്കൾക്ക് ചെയ്തു തന്നിട്ടില്ലേ? എന്നിട്ടും എന്തിനാണ് ഈ സ്വർണം ഇങ്ങനെ ഒന്നുപോലും ഒഴിഞ്ഞു പോവാതെ വാരിക്കൂട്ടുകയാണ്? അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഖാല ബലാ യാ റബ്ബ്. അതേ അല്ലാഹുവേ, നീ എനിക്കതെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ വലാകിൻ ലാ ഗിനാ ലി അൻ ബറകതിക്. നിന്റെ ബറക്കത്ത് വേണ്ടെന്ന് വെക്കാൻ മാത്രമുള്ള ധന്യതയൊന്നും എനിക്കില്ല. കാരണം ഇത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ബറക്കത്താണ്. അത് ഏത് തന്നെയാകട്ടെ, അത് ദുനിയാവിൻ്റെതാകട്ടെ ആഖിറത്തിൻ്റെതാകട്ടെ, അത് രണ്ടും അല്ലാഹുവിൽ നിന്നാണെങ്കിൽ അത് രണ്ടും സ്വീകരിക്കാതിരിക്കാൻ മാത്രമുള്ള ധന്യതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് നീ എന്ത് നൽകിയാലും, നീ എന്ത് ബറക്കത്ത് നിന്നിൽ നിന്ന് നൽകിയാലും അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ്. അവിടെയാണ് ആ പോയിന്റ്. ലാ ഗിനാ ലി അൻ ബറകതിക്. നാം ഓരോരുത്തരും പറയേണ്ടതും അത് തന്നെയാണ്. ലാ ഗിനാ ലനാ അൻ ബറകത്തില്ലാഹി തബാറക വ തആല. അള്ളാഹുവിൻ്റെ ബറക്കത്ത് വേണ്ടെന്ന് വെക്കാനുള്ള, അതിന് മാത്രമുള്ള ഒരു ധന്യതയും നമുക്കാർക്കുമില്ല. നമുക്കെന്തെല്ലാം നിഅമത്തുകൾ ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ആ ഒരു ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. പലപ്പോഴും വിശ്വാസികളോട് മറന്നുപോകുന്നൊരു വിഷയമാണ്, നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏതൊരു വിഷയത്തിലും അതിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നടത്തിയ ദുആകളിൽ മഹാഭൂരിപക്ഷ ദുആകളും ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ ആണ് എന്ന് കാണാൻ കഴിയും. കാരണം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. ഒരു അനുഗ്രഹം സിയാദത്തായി നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത്, അതിൽ വർധനവുണ്ടാവുന്നു എന്നതാണ്. മൂന്നാമത്തത്, അസൂയാലുക്കളുടെയും കണ്ണേറുകാരുടെയും ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്നു എന്നതാണ്. ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾക്ക് നിഅമത്ത് ലഭിക്കും, ലഭിച്ച പിറ്റേ ദിവസം തന്നെ അത് നഷ്ടപ്പെടും. ഒന്നെങ്കിൽ അസൂയാലുവിൻ്റെ ഒരു അസൂയ അവിടെ പ്രവർത്തിച്ചു, വമിൻ ശർരി ഹാസിദിൻ
ഇതാ ഹസദ്. അല്ലെങ്കിൽ ഒരു കണ്ണേറുകാരന്റെ കണ്ണേറ് തട്ടി. നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. കണ്ണേറ് തട്ടിയതിന്റെ പേരിൽ, അസൂയയുടെ പേരിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? നിങ്ങൾ എന്താണ് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ നടക്കുന്നത്? ഹല്ലാ ബറക്ത, ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞാൽ, ബറക്കത്തിനു വേണ്ടിയുള്ള ദുആ എന്നുള്ളത് ഒരു റുഖിയയാണ് ശരിക്കും. അതിലൂടെ കണ്ണേറും അസൂയയും ഒക്കെ തടയപ്പെടും. അപ്പോൾ നമുക്ക് നിഅമത്തുകൾ ലഭിക്കുക, അതിൽ വർധനവുണ്ടാവുക, അത് പ്രൊട്ടക്റ്റഡ് ആവുക, അസൂയാലുക്കളുടെയും മറ്റും ഷർറിൽ നിന്ന് അതിന് സംരക്ഷണം ഉണ്ടാവുക, ഇതെല്ലാം ബറക്കത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നമ്മൾ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനോട് ബറക്കത്തിനു വേണ്ടി തേടിയാലേ അത് നമുക്ക് നിലനിന്ന് കിട്ടുകയുള്ളൂ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അത്അമഹുല്ലാഹു തആമൻ ഫൽയഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു ഭക്ഷണം നൽകിയാൽ നിങ്ങൾ ആ ഭക്ഷണത്തിൽ ബറക്കത്തിനെ തേടണം എന്നാണ്. നമ്മൾ സാധാരണ ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കുന്നു എന്നല്ലാതെ ബറക്കത്തിനു വേണ്ടി പലപ്പോഴും നമ്മൾ തേടാറില്ല. മാത്രമല്ല ഇങ്ങനെ കൂടി പറയണം എന്നാണ്. എന്താണ്? വറുസുഖ്നാ ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ നല്ല ഭക്ഷണം വേറെയും തരയണമേ എന്നും പറയണം എന്നാണ്. അത് ദുനിയാവിൽ വെച്ച് തന്നെ കൂടുതൽ വിശിഷ്ടമായ ഭക്ഷണമാവാം, അതിനപ്പുറത്ത് സ്വർഗത്തിലെ ഭക്ഷണവുമാകാം ഉദ്ദേശം. രണ്ടാണെങ്കിലും നിലനിൽക്കുന്ന ബറക്കത്താണത്. അപ്പോൾ ഭക്ഷണം കിട്ടിയാൽ അതിൽ ബറക്കത്തിനു വേണ്ടി തേടണം. അതേപോലെ തന്നെ വമൻ സഖാഹുല്ലാഹു ലബനൻ, നിങ്ങൾ പാല് കുടിക്കുകയാണെങ്കിൽ, നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞു പാല് കുടിക്കുക. ഫൽയഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, റബ്ബേ ഇതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണമേ, വസിദ്നാ മിൻഹു, ഇതിൽ വർധനവും നൽകണമേ. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞത് ഭക്ഷണം കിട്ടിയാൽ എന്നാണ്. അവിടെ പറഞ്ഞു വർസുഖ്നാ ഖൈറൻ മിൻഹു, അതിനേക്കാൾ ഖൈറായത് തരാൻ പറഞ്ഞു.